ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അപ്പോൾ ഇന്നിപ്പോൾ സമയം രാവിലെ 4:30 കഴിഞ്ഞതേ ഉള്ളൂ. 4:30. അപ്പം കല്യാണത്തിന് നമുക്ക് എത്തണമല്ലോ. അപ്പം നമുക്ക് റെഡിയാവാം. ഉറക്കക്ഷീണമുണ്ട് നല്ലപോലെ. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി മേലൊക്കെ കുളിച്ചിട്ട് ഞാൻ മുടി ഒന്ന് ചെറുതായിട്ട് അയൺ ചെയ്തായിരുന്നു. അപ്പോൾ സമയം 4:50 ഇനി നമുക്ക് പെട്ടെന്ന് റെഡി ആവണം, കാരണം 6 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ഇടുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. വൈകുന്നേരം വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് ഞാൻ മേത്തും കയ്യിലൊക്കെ ബാക്കി ഇട്ടു. സൺസ്ക്രീൻ ഞാൻ തപ്പിയിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോൺസിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ അത് 35 SPF ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ പാലക്കാടല്ലേ, സൺസ്ക്രീൻ അത്യാവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയത് വാങ്ങിയതേ ഉള്ളൂ. അത് ഞാൻ നല്ലൊരു എമൗണ്ട് ഇടുന്നുണ്ട്. അത് കഴുത്തിന് ചുറ്റും കയ്യിലൊക്കെ തേക്കുന്നുണ്ട്. കാരണം നല്ല ചൂടാണല്ലോ പാലക്കാട്, നല്ല വെയിലുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ടിട്ടത്. പിന്നെ എൻ്റെ സ്ഥിരം ആയിട്ടുള്ള ഡെർമ കളറിൻ്റെ കൺസീലറാണ്. അപ്പോൾ ഇത്രയും അങ്ങനത്തെ ഒരു ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അധികം മേക്കപ്പിലേക്ക്, അതായത് ബേസ് മേക്കപ്പിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പ് അല്ലെങ്കിൽ ഒരു ഉറക്കക്ഷീണമൊക്കെ ഒന്ന് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ 1-2 പാടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് കവർ ചെയ്തത് കേട്ടോ, അത് വെച്ചിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എൻ്റെ കോമ്പാക്ട് പൗഡർ അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇട്ട കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. കാരണം അധികം പൗഡർ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഫുൾ ഫേസ് ഒന്നും. അപ്പോൾ കണ്ണിന് ചുറ്റും മാത്രമേ ഇപ്പോൾ ഞാൻ ഇടാറുള്ളൂ കൂടുതലും. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ. അത്രേ ഞാൻ ബേസ് മേക്കപ്പ് ഇടുന്നുള്ളൂ. ഈ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ ഐബ്രോസ് ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ച് ഫെയ്ഡായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 6 months ആയി. അതെൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ്. അത് അത്ര ഇതൊന്നുമല്ല, ലോക്കൽ ബ്രാൻഡാണ്. ഞാനൊരു ഷോപ്പിൽ നിന്ന് വെറുതെ വാങ്ങിയതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഐബ്രോ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് കിട്ടിയതൊന്നും വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇത്തിരി അറ്റം മാത്രം ഒന്ന് ഫെയ്ഡായ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് ഫില്ല് ചെയ്യുക. ഫങ്ഷൻ ആയതുകൊണ്ടാണ്, ഞാൻ റെഗുലർ ബേസിസിൽ ഞാൻ അതും ചെയ്യാറില്ല. ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് മാത്രം ഞാനതിങ്ങനെ ഫില്ല് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഐബ്രോൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്തത് ഇനി നമ്മുടെ കണ്ണിൻ്റെ പരിപാടിയാണ്. അപ്പം അതിന് ഞാൻ ഐ ഷാഡോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ എൻ്റെ ഒരു കാജൽ, കൊളോസൽ കാജൽ, അതിൻ്റെ ജെറ്റ് ബ്ലാക്ക്, അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ ഒരു ബ്ലാക്ക് ട്യൂബാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻറ്റൻസ് ബ്ലാക്ക് ആയിട്ടുള്ള അതാണ്. അത് വൈകുന്നേരം വരെ സ്മഡ്ജ് ആവാതിരിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ലാക്മേയുടെ കാജൽ പെട്ടെന്ന് സ്മഡ്ജ് ആവും. എനിക്ക് കൊളോസലാണ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയത്. ഓരോരുത്തരുടെ കണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ വാട്ടറിങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടായിരിക്കും, ഓരോരുത്തരുടെ സ്കിന്നിൻ്റെയൊക്കെ പ്രത്യേകതയായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും എനിക്കിതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ച് ബ്രഷ് വെച്ചൊന്ന് സ്മഡ്ജ് ചെയ്തു, താഴെയും മുകളിലും സ്മഡ്ജ് ചെയ്തു. പിന്നെ കണ്ണിൻ്റെ വാല് പോലെ ചെയ്യുന്നത് ഞാൻ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പോയിൻ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങനൊരു ചെറിയൊരു നാച്ചുറൽ വാല് വരച്ച പോലെ ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. ബാക്കി ഞാൻ അപ്പർ ഐയും കുറച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് ഇങ്ങനെ സ്മോക്കി ഐസ് പോലെ ആക്കിയതാണ്. അങ്ങനെയാണ് ഞാൻ കണ്ണ് വരച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കണ്ണ്. അത്ര ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് സ്മഡ്ജ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ശരിയാക്കി. പിന്നെ ഞാനത് ആ പൗഡർ കൊണ്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ആ കൺമഷി ചൂടൊക്കെ അടിക്കുമല്ലേ, ചിലപ്പോൾ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല ഡ്രൈ ആയിരുന്നു എൻ്റെ ലിപ്സ്. കണ്ണിൻ്റെ അറ്റകുറ്റപ്പണികൾ കുറച്ചും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ മസ്കാര, അത് വാഷബിൾ മസ്കാരയാണ് കേട്ടോ. ഞാനിപ്പോൾ വാട്ടർ പ്രൂഫ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, വാഷബിളാണ്. അത് ഞാൻ 1-2 ലെയർ ഇങ്ങനെ നന്നായിട്ടിടുന്നുണ്ട്. ഫോൾസ് ലാഷസ് വെക്കുന്നതിലും വളരെ നല്ലതാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. കാരണം ഫോൾസ് ലാഷസ് പിന്നെ അതിൻ്റെ ഒട്ടിക്കാൻ നിൽക്കണം, പിന്നെ അത് ഇളകിപ്പോയാൽ അതിൻ്റെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും നല്ല മസ്കാര യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു പൊട്ട് വെച്ചു, ഒരു ഡാർക്ക് മെറൂൺ പൊട്ടാണ്. അപ്പോൾ മുടി ഞാൻ ഇങ്ങനെ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കെട്ടാനാണ്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു.
ഇത്രയും ഞാൻ മേക്കപ്പ് ചെയ്തുള്ളൂ കേട്ടോ. മുടിയൊക്കെ കെട്ടി നമുക്ക് സാരി ഉടുക്കാം. സാരി ഞാൻ ഓൾറെഡി അപ്പർ പ്ലീറ്റും നമ്മുടെ സാരി ഉടുക്കുന്നിടത്തെ മിഡിൽ പ്ലീറ്റും ഞാൻ ഓൾറെഡി അളവെടുത്ത് അയൺ ചെയ്ത് പിന്നി വെച്ചു. കാരണം ഒന്ന് ഇത്ര രാവിലെ റെഡി ആവണം, പിന്നെ ഇതൊരു കാഞ്ചീപുരം പട്ടുസാരിയാണ്. ഇത് ഒതുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്പീഡിലൊന്നും നമുക്കിത് ഉടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു നോട്ടിട്ട് ടക്കിൻ ചെയ്യുകയാണ്. ഞാനൊരു സാരി ഷേപ്പർ ബ്ലാക്കാണ് കേട്ടോ. ശരിക്കും എൻ്റെ കളർ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. കഴിവതും എക്സാക്റ്റ് സെയിം കളർ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ ഞാനതിങ്ങനെ കുത്തി എടുക്കുവാണ്. അപ്പോൾ തന്നെ സമയം 5:30 ആവാറായി. നിങ്ങൾക്ക് ആ ക്ലോക്കിൽ കാണാമായിരിക്കും. 6:30 ആകുമ്പോൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ 5:30 ആയപ്പോൾ സാരി ഉടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. താഴെ അമ്മയുടെ ബഹളവും കേൾക്കാൻ പോകാറായില്ല, റെഡി ആയില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ സാരിക്കാണെങ്കിൽ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് കാഞ്ചീപുരം പട്ടുസാരികൾക്ക് വീതി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടക്കിൻ ചെയ്യാൻ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അതിൻ്റെ പ്ലീറ്റ്സ് ഞാൻ ഓൾറെഡി എടുത്ത് അയൺ ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് അത് അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ അപ്പർ പ്ലീറ്റ് അവിടെ ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് പിൻ ചെയ്യണം. പിന്നെ നമ്മുടെ അളവൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സൈഡ് പ്ലീറ്റിംഗ് ഒക്കെ നോക്കി അവിടെ പിൻ ചെയ്യണം. കണ്ടോ, അതിങ്ങനെ നമ്മുടെ സൈഡ് പ്ലീറ്റിംഗ് ഇങ്ങനെ പിൻ ചെയ്യില്ലേ, അതങ്ങനെ പിൻ ചെയ്തിട്ട് ടക്കിൻ ചെയ്യണം. കണ്ടോ, അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ടോ. അതായത് തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് കൊടുത്ത് കിട്ടുകയും ചെയ്യും, ഒതുങ്ങി കിട്ടുകയും ചെയ്യും. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. ഒരു 5 പ്ലേറ്റ് 6 പ്ലേറ്റ് മാക്സിമം മതിയാവും. അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞു. ഓൾറെഡി ഞാൻ പിൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. കാരണം കാഞ്ചീപുരം സാരിയാണ്, അത് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ കുത്താമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതിങ്ങനെ ഉടുക്കുന്നതാണ്. അപ്പോൾ ഈ സാരി ഭയങ്കര ഹെവിയാണ്. അപ്പോൾ എൻ്റെ ബ്ലൗസിൽ ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്, അതിങ്ങനെ ഊരി പോവുമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച കമ്മലാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദേവിയുടെ ഒരു സ്റ്റഡാണത്. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒരു മുന്തിരിക്കൊലയുടെ ഷേപ്പിൽ അതിൻ്റെ ബീഡ്സ് കിടക്കുന്ന ഗ്രീൻ ബീഡ്സ്. പിന്നെ കുപ്പിവള. ഇതൊരു ഡബിൾ ഷെയ്ഡഡ് സാരിയാണ് കേട്ടോ. അതുകൊണ്ട് കുപ്പിവള ഞാനൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടു. അതിന് നടുക്കൊരു ഗോൾഡൻ ബാംഗിളും ഇട്ടു. ഞാൻ മേബിലിൻ്റെ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക് ഇടാൻ ആദ്യം പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ തുമ്പൊടിഞ്ഞ് താഴെ പോയി ഗൈസ്. അതൊരു വലിയ മണ്ടത്തരം പറ്റി. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഓടായിട്ട് തോന്നി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് എന്നിട്ട് ഞാൻ പിന്നീട് ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡും മാറ്റി റെഡ് ഷെയ്ഡാക്കി. അപ്പോൾ ലിപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഓർത്തത് ശരിയായില്ലല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ റെഡിയായി. ഇനി പൂവ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ വഴിയിൽ വെച്ച് വെക്കാമെന്ന് വെച്ചാൽ ഞാൻ കയ്യിലെടുത്തു. അപ്പോൾ ഗൈസ് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ലോങ് ട്രിപ്പ് വണ്ടി ഓടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു MGയുടെ ഹെക്ടറാണ് വണ്ടി. കുറച്ച് വലിയ വണ്ടിയാണ്. അതെനിക്ക് കുറച്ച് ദൂരം ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഓടിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ആലുവ വരെ ഓടിച്ചു. ഇതിപ്പോൾ രാവിലെ സമയം 6 മണി എന്തോ ആയെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ല, മാനുവലാണ്. ഓട്ടോമാറ്റിക് ആണല്ലോ ഈസിയാണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ഇത് മാനുവലാണ്. സമയം തേണ്ട ഇതിൽ കാണാം 6:30 മണിയാണ്. അപ്പോൾ 6:30 മണിക്ക് ഞങ്ങൾ വൈക്കത്തുനിന്ന് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് രാവിലെ. ഞാൻ വളയൊക്കെ ഊരി വെച്ചു, അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വള ഊരി വെച്ചു. എന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പോവാന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാനൊരു കാറ് ഓടിക്കും എന്നുള്ള കാര്യം. എന്തായാലും ഒരു വലിയ വണ്ടി ഓടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ്. പുള്ളിയാണ് എന്നെ വണ്ടി ഓടിപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തന്നതും പുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറച്ച് വണ്ടികൾ അധികം എനിക്ക് തോന്നുന്നു ഞാൻ 5-6 വണ്ടി മാറി ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സന്തോഷം, എനിക്കിപ്പോൾ കാറൊക്കെ ഓടിക്കാനുള്ളൊരു ഇതൊക്കെ തോന്നി. അപ്പോൾ നമുക്ക് അല്ലാതൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് എന്തൊക്കെയോ ഒരു ധൈര്യം കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ എല്ലാ ലേഡീസും
കാർ ഓടിക്കാൻ പഠിക്കണം. അത് വളരെ അത്യാവശ്യമാണ്, എല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ളത്. കാർ ഇല്ലാത്തവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓടിക്കേണ്ടി വന്നാൽ എടുത്ത് ഓടിക്കാൻ ധൈര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് കുറച്ച് ദൂരം കവർ ചെയ്തു കേട്ടോ. ഞാൻ ഇപ്പോൾ 6:45. എനിക്ക് തോന്നുന്നു എറണാകുളം ഒരു നടക്കാവ് തൃപ്പൂണിത്തറ ഭാഗത്ത് എവിടെ എത്തിയതാണ് തോന്നുന്നത്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോവുകയാണ്. ഞാൻ വലിയ സ്പീഡിലൊന്നും ഓടിക്കില്ല, ഒരു മാക്സിമം 60 അത്രയൊക്കെ കൊണ്ടാണ് സ്പീഡ് ലിമിറ്റ് ഞാൻ കീപ്പ് ചെയ്യാറ്. 2 കാര്യമുണ്ട്, ഒരുപാട് സ്പീഡിൽ ഓടിച്ചിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് യാത്ര ആസ്വദിക്കണമെങ്കിൽ ഒരു മീഡിയം സ്പീഡിൽ ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അത് ഓടിച്ച് പോകുകയാണ്. ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഇത് ആലോചിക്കുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു, ഞാൻ കാറൊക്കെ ഓടിച്ചാണല്ലോ പോകുന്നതെന്ന്. ഇപ്പം നിങ്ങൾക്ക് മെട്രോയുടെ പാലം കാണുമ്പോൾ അറിയാം, കളമശ്ശേരി റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹൈവേയിൽ. രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും കാണില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എയർപോർട്ടിലേക്കുള്ള വഴിയായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിപ് ഷെയ്ഡൊക്കെ മാറ്റിയിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഓറഞ്ച് മാറ്റിയിട്ട് റെഡ് കളറാക്കി, റെഡ് ലിപ്സ്റ്റിക് ആക്കി. അപ്പോൾ അങ്ങനെ ലിപ് ഷെയ്ഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ തലയിൽ വെച്ച് അത്രയും ദൂരം പാലക്കാട് വരെ എത്തുമ്പോഴത്തേക്കും വാടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയ്യിലെടുത്തത്. ഞാനത് വെച്ചില്ല, ഞാൻ ഇറങ്ങണതിന് തൊട്ട് മുന്നെയാണ് വെച്ചത്. പദയാത്ര അങ്ങനെ പാട്ടില്ലേ, അത് സൂപ്പർ പാട്ടല്ലേ നമുക്ക് യാത്രയിലിടാൻ. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. എല്ലാവർക്കും വിശന്ന് തുടങ്ങി, കാരണം ഒരു 7:30 7:30 എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ മോളാണ്, അപ്പം പുള്ളിക്കാരത്തെ ഇങ്ങനെ കുറുമ്പ് കാണിക്കുകയാണ്. ഉറക്കം എണീറ്റിട്ട് അവൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ കയ്യിലെടുത്തത് ജസ്റ്റ് ട്രാവലിങ്ങിലിട്ട ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവർക്കും നെയ് റോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തത്. അല്ല, രാവിലെ ലൈറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. വലിയ ഹെവി ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല, എല്ലാവരും പ്ലെയിൻ റോസ്റ്റാണ് കഴിച്ചത്. അപ്പം എൻ്റെ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ അവൾ അമ്മമ്മയുടെയും മുത്തച്ഛൻ്റെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. പുള്ളിക്കാരി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. അത് കൊടുക്കാൻ നോക്കിയിട്ടൊരു രക്ഷയില്ല. പരിഷ്കാരി ലുക്ക് ഗൈസ്, പരിഷ്കാരി ലുക്ക്. വേറൊന്നുമല്ല, കണ്ണിലോട്ട് വെയിലടിച്ചിട്ട് ഒരു ഭയങ്കര വെയിൽ ഇങ്ങനെ നേരെ കണ്ണിലേക്ക് അടിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നേരം ആയപ്പോഴത്തേക്കും കണ്ണിങ്ങനെ വേദന എടുക്കാൻ തുടങ്ങി. അതാണ് ഞാൻ വെച്ചത്. അപ്പോൾ അവൾക്ക് ഞാൻ ചുമ്മാ ഒരു സൺഗ്ലാസ് ഞാൻ ഉത്സവത്തിന് വാങ്ങിച്ചവർ. അപ്പോൾ അതൊക്കെ വെച്ചിരിക്കുകയാണ് യാത്രയിൽ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഡ്രൈവർ മാറി ഗൈസ്. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറെല്ലാം കൂടെ ഫുള്ളായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ഇതില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരാനൊക്കെ തുടങ്ങണ പോലെയൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി ഓടിച്ചില്ല. അപ്പോൾ ഇതിപ്പോൾ UDC എന്ന് വിളിക്കാൻ പറ്റിയ ലുക്കിലായിപ്പോയി. ആരും കളിയാക്കരുത് പ്ലീസ്. അങ്ങനെ ട്രാവലിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വെച്ച ഗ്ലാസ്സിന് കുറച്ചധികം വർഷത്തെ പഴക്കമുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് അതുകൊണ്ട് ഞാനത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കുറേ കാലം മുന്നത്തെ വാങ്ങിയൊരു ഗ്ലാസ്സാണ്. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കുതിരാൻ ടണലാണെന്ന് തോന്നുന്നു, അല്ലേ? അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തെറ്റാണെങ്കിൽ തിരുത്തണം. അപ്പോൾ അതിൻ്റെ അകത്തൂടെ പോകണം. അതൊരു ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ്. അങ്ങനെ അതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഇവിടെ നമ്മൾ വെളിയിലത്തെ രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ പെട്ടെന്ന് വെളിച്ചത്തോട്ട് വരുമ്പോഴത്തേക്കൊരു ഭംഗി, നല്ലൊരു ഒരു ലുക്ക് ഉണ്ടായിരുന്നു നമുക്കത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് കല്യാണ സ്ഥലത്തെത്തി. ഞാൻ മോടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രോക്കൊക്കെ ഇടിച്ചു. അതെൻ്റെ ബ്രദറാണ്. ഞാനെന്തോ
അമ്മയുമായിട്ടുള്ള ചാറ്റിങ്ങിനിടയിൽ എടുത്ത വീഡിയോ ആണ്. നല്ല ഓഡിറ്റോറിയം, നല്ല സ്പേഷ്യസ് ആയിരുന്നു. എൻ്റെ തൊട്ട് കസിൻ അച്ഛൻ്റെ സിസ്റ്ററുടെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കയറി ഇരുന്നപ്പം കുറച്ച് നേരം എന്നെ കളിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഭയങ്കര കുറുമ്പിയാണ്, പക്ഷെ എന്നാലും ഒരു എന്താണ് അമ്മ ഒരു എന്താണ് ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ഇങ്ങനെ കുറുമ്പുമുണ്ട്, എന്നാൽ ഭയങ്കര സ്വീറ്റുമാണ്. എന്തായാലും ഒരു ഗേൾ ചൈൽഡ് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു ഗേൾ ചൈൽഡിനെ വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി റിട്ടേൺ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ വണ്ടി തിരിച്ചു. എല്ലാവരുടെയും സീറ്റുകൾ ചേഞ്ചായി, ഓരോരുത്തർ ഉറങ്ങാൻ കിടന്നു. മോളുറങ്ങി. അപ്പോൾ ഞാനും ബാക്കിൽ പോയിരുന്നു. ഒരു 3 റോ ഉണ്ട്, 3rd റോയിലാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ ഇനി എനിക്ക് പറ്റിയ സ്ഥലം അത്, എനിക്ക് അത്രയും സ്പേസ് മതിയാവും. അപ്പോൾ എൻ്റെയൊക്കെ ഹൈറ്റ് ഒരു 5'2", 5'3" ഉള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ബാക്കിലിരിക്കാം. എല്ലാവരും പറയുന്നുണ്ട് ഹെക്ടർ പ്ലസിൻ്റെ 3rd റോ സീറ്റ് ഒട്ടും പറ്റത്തില്ല, മുട്ടിടിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാനിരിക്കുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഞാനും ബാക്കിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ തന്നെ വീടെത്തും. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വലിയ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ സമയം 6:45. ഇപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 6 മണിയായപ്പം ഇവിടുന്ന് തിരിച്ചതാണ്. അപ്പോൾ പാലക്കാട് ഒരു 10:15 ആയപ്പോഴത്തേക്കും ടൈമിനെത്തി. 10:30-11 മണി ടൈമിലും തോന്നുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ടൈം. അപ്പോൾ അങ്ങനെ ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് വന്നു. ഇപ്പോൾ സമയം 6:45 സന്ധ്യയ്ക്ക്. അപ്പോൾ ഏകദേശം 12 മണിക്കൂറായി. രാവിലെ 6 മണിക്ക് പോയതാണ്. ഇപ്പോൾ വന്നപ്പോൾ 6:45. എന്തായാലും വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. ചൂടെടുത്തിട്ട് ഭയങ്കര പാലക്കാടത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. പാലക്കാടുള്ളവരൊക്കെ അറിയായിരിക്കും ടെമ്പറേച്ചർ എന്താണെന്നുള്ളത്. നല്ല ചൂടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എന്തായാലും കുറേ എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരു നല്ലൊരു ദിവസമായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ ടയർഡൊന്നും ആയില്ല. പെട്ടെന്ന് പോയി കല്യാണമൊക്കെ കൂടി തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു. രാവിലെ എനിക്ക് വോയിസ് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഒന്നും നല്ല പ്രാവശ്യമായിരുന്നു. പെട്ടെന്ന് പോകാനുള്ള തിരക്കിൻ്റെ ഇടയിൽ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കാഞ്ചീപുരം പട്ടുസാരിയാണ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ സാരിയാണ്, ഞാൻ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ സാരിയാണ്. കുറച്ച് ഹെവി സാരിയാണ്, കുറച്ച് എക്സ്പെൻസീവ് സാരിയുമാണ്. നല്ല രസമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഡബിൾ ഷെയ്ഡ്. അപ്പം ഇതൊക്കെയാണ് ഔട്ട്ഫിറ്റ്. ഈ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ വളരെ റാൻഡമായിട്ട് കിട്ടി. അതിൽ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇതാണ് കമ്മൽ. അത്ര ഹെവി അല്ല, പക്ഷേ ഒരു എലഗൻറ്റ് പീസാണല്ലേ. നമ്മൾ പതിവായിട്ട് കാണാത്ത എല്ലാവരും ജുംക്ക അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പൊക്കെ ആയിരിക്കും. ഒരു പ്രത്യേക ഷേപ്പിൽ. ഇതിൻ്റെ പേൾസ് ഉള്ള ആനയുടെ സ്റ്റഡുള്ള കമ്മൽ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. പിന്നെ ഇതായിരുന്നു ഞാൻ ഇതിട്ടത്, മിക്സ് ആക്കി ഇട്ടു ഗ്രീൻ ആൻഡ് ബ്ലൂ. കാരണം ഇത് ഡബിൾ ഷെയ്ഡാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഗോൾഡിൻ്റെ വളയാണ്. അപ്പോൾ ഇത് അപ്പുറം ഇങ്ങനെ മാച്ച് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഔട്ട്ഫിറ്റ്. ഇത് ഒരു വാച്ചും, അത്രേ ഉള്ളൂ. ഇതായിരുന്നു. പിന്നെ പൂവൊക്കെ കരിഞ്ഞു പോയി, ഇതൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, കുളിക്കുക, ഒന്ന് സുഖമായിട്ടിരിക്കുക, ഒന്ന് ഫ്രഷ് ആവണം. കാരണം നമ്മുടെ പകലത്തെ അവിടുത്തെ ചൂട്, പിന്നെ ഇത് നല്ല ഹെവി സാരിയാണ്. അപ്പോൾ ഇത് ഉടുത്താൽ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.